ആര്യ ഞങ്ങളുടെ ആരുവിൻ്റെ നാട്ടിലത്തെ ഫസ്റ്റ് ഫങ്ഷൻ. എന്ത് ഫങ്ഷൻ നടത്തും എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. അപ്പോൾ 6 months ആയപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ഹാഫ് ബർത്ത്ഡേ നടത്താം, അങ്ങനെ വെന്യൂസ് എല്ലാം നോക്കി ഞങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ഒരു വെന്യൂ ആയിരുന്നു. എന്നെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് സുഹൃത്തിനായിരിക്കും. കാരണം വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കയറാറോ, ഉള്ളിൽ ഡെലിവറി ടൈമിലും കയറാമല്ലോ, കപ്പിൾസ് പാർട്ട്നേഴ്സിന് കൂടെ കയറാം. അപ്പോൾ ആ മൂവ്മെന്റ് എല്ലാം കണ്ട് എല്ലാം ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തത് സുഹൃത്താണെന്ന് തന്നെ പറയാം. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രഷ്യസ് മൂമെന്റ് ആയിരുന്നു. ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല മൂമെന്റ്. എപ്പോഴും അത് പ്രഷ്യസ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇമോഷനാണ്. അതെനിക്ക് ഇപ്പോഴും അറിയില്ല. കയ്യിലേക്ക് ആരോനെ കിട്ടിയപ്പോൾ അത് എനിക്ക് അറിയില്ല എങ്ങനെ ഇമോഷൻ. ഞാൻ ശരിക്കും കഴിഞ്ഞു. അതിൻ്റെ ഒരു സ്മൈലാണ് ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും അരുണിൻ്റെ ആ ഒരു സ്മൈലിലാണ്. അപ്പോൾ ആ സ്മൈലിൽ നമ്മുടെ എല്ലാം മറക്കും. 6 months ആയോ? അതെ, ഒരു നമ്മുടെ കൈയുടെ അത്രയും പോലും ഇല്ലായിരുന്നു കിട്ടിയപ്പോൾ. അങ്ങനെ ഇങ്ങനെ വലുതായി ഇപ്പോൾ പിന്നെ ഫസ്റ്റ് കമ്മുന്നതും ഫസ്റ്റ് ചിരിക്കുന്നതും അതൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ രജിസ്റ്റർ ആയി കിടക്കുവാണ്. റെക്കഗ്നൈസ് ചെയ്യുന്നത് അതൊക്കെ ഇപ്പം ഇപ്പോൾ ജസ്റ്റ് 6 months ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇനിയും അതുപോലെ ആരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം അതുപോലെ നടക്കട്ടെ. അത് തന്നെ അത്രയുള്ളൂ. അതിങ്ങനെ എടുത്തു വരേണ്ടതില്ല. ബട്ട് ഷീ ഈസ് അവർ ഏഞ്ചൽ, ഷീ ഈസ് അവർ പ്രിൻസസ്, ഷീ ഈസ് അവർ ലൈഫ്.